ഇന്നാണ് അമ്പലത്തിലെ രുക്മിണി സ്വയംവരം. കൃഷ്ണനെ ആദ്യം അങ്ങോട്ട് പോയിട്ടുണ്ട്, അമ്പലം എത്താറായി. അപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും വരുന്നത്. ഞാനും അവണിയും ഉണ്ട്. ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിയപ്പോൾ ഇച്ചിരി താമസിച്ചുപോയി. ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തും തന്നെയാണ് കൃഷ്ണൻ രാജ ഒരുങ്ങി ഇറങ്ങിയത്. എന്നാലും ഞങ്ങൾ ഇറങ്ങാൻ താമസിച്ചു. ഇത് കൊടുക്കണ്ടേ, സെറ്റും മുണ്ടോ കൊടുത്തത്. വെയിൽ ഉച്ചയ്ക്ക് തന്നെ നിൽക്കുന്നുണ്ട്. മൈഗ്രൈൻ നല്ല മൂർധന്യ അവസ്ഥയിലുമാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഇതേ കൃഷ്ണൻ്റെ ആദ്യം അകത്തോട്ട് കയറി കൃഷ്ണൻ്റെ ആദ്യം ഇരിക്കുന്നു. എൻ്റെ കുരുപ്പിന്ന് തോഴിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവളെയും കൊണ്ട് അവിടെ തോഴിമാരിക്കണമെന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് അവിടെ ഇരുന്നു. 3 കുഞ്ഞു പിള്ളേരുണ്ടായിട്ടും അവൾക്കിരിക്കാൻ മേലായിരുന്നു. ബാക്കി പിള്ളേരൊക്കെ ഇച്ചിരിയെങ്കിലും അടങ്ങിയിരുന്നു. അവൾക്കത് അടങ്ങിയിരിക്കുന്ന ഇഷ്ടമല്ലാത്ത കാരണം അവൾ അടങ്ങിയിരുന്നില്ല. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. വേറെ ഏത് ദിവസം വന്നില്ലേലും പങ്കെടുത്തില്ലേലും സ്വയംവരത്തിന് പങ്കെടുക്കുന്നതാണ് യജ്ഞാചാര്യം പറഞ്ഞത്. പിന്നെ അപ്പി മേടിച്ച വെള്ളം കുപ്പിയിൽ വെള്ളം കുടിക്കുവാണ് കുഞ്ഞ്. അതിന് സ്വയംവരത്തിന് സമയമായി. പിന്നെ കുറച്ച് നേരം ഭജനയൊക്കെ കേട്ടുകൊണ്ട് അവിടെ നിന്നു. അത് കഴിഞ്ഞ് ഇതേ പിന്നെയും കറങ്ങാൻ പോയ ആൾ തിരിച്ചു വന്ന് അവിടെ തന്നെ വന്നിരിപ്പുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നേരം അതൊക്കെ കണ്ടുകൊണ്ട് നിന്നിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി നിന്നു. ദേ വരുന്ന ടീമാണ് ഞങ്ങളുടെ കുടുംബത്തിലെ മൂർത്ത കാരണവത്തി. എല്ലാ കാര്യത്തിനും മുന്നിൽ കാണും. ഓളിഞ്ഞോളാണ് ആൾ. പിന്നെ അമ്മയ്ക്ക് അവളെ കൊണ്ട് പറന്നറയ്ക്കണമെന്ന് പറഞ്ഞു, മഞ്ചാടിപ്പറ. പിന്നെ അത് വാരിച്ചു. അവിടെ നിന്ന് എണീറ്റ് വന്നപ്പോൾ തന്നെ അവളുടെ 2 കൈയിലും മഞ്ചാടിയായിട്ടാണ് അവൾ എണീറ്റ് വന്നത്. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ.